ന്യൂ ഇയർ ആഘോഷത്തിന്റെ ക്ഷീണം കാരണം അടുത്ത ദിവസം ഷാങ്യു കുറച്ച് വൈകിയാണ് ഉണർന്നത്. ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല എന്ന് കണ്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾക്ക് അധികമൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് യാൻഷിങ് അവിടെ നിൽപ്പുണ്ട്. രണ്ടുപേർക്കും പരസ്പരം ഫേസ് ചെയ്യുന്നതിന് ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്തുകൊണ്ട് ഷാങ്യു അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവനെ തിരിച്ച് വിഷ് ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി എന്താണ് പറ്റിയതെന്ന് അവൾ ചോദിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സംശയവും ചമ്മലവും ഒക്കെ കാരണം ചോദിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവളിങ്ങനെ മടിച്ചു നിൽക്കുന്ന സമയത്ത് പുറത്ത് ഷിയാനൊക്കെ വന്നിട്ട് അവരെ വിളിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയുന്നു. ഇവർ ഇങ്ങോട്ടേക്ക് വരുമെന്നായിരുന്നു നീ എന്നോട് പറയാൻ തുടങ്ങിയെന്ന് യാൻഷിങ് ചോദിച്ചപ്പോൾ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് അവൾ അങ്ങ് പറഞ്ഞൊപ്പിക്കുന്നുണ്ട്. ഷിയാൻ ബാവറയും കൂട്ടിയാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ന്യൂ ഇയർ ആയതുകൊണ്ട് അവൾ വില കൂടിയ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ അവർക്ക് ഗിഫ്റ്റായി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റിയും അങ്കിളും കൂടി അവർക്കുള്ള ഫുഡ് റെഡിയാക്കാനായി പോകുന്നുണ്ട്. ബാവറും ഷാങ്ങിങ്ങും കൂടി പുറത്ത് കളിക്കുകയാണ്. അമ്മ അറിയാതെ ബാവർ അവളുടെ കയ്യിൽ നിന്ന് മിഠായി ഒക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. കൂടുതൽ മഞ്ഞുള്ള ഭാഗത്തേക്ക് പോയി മഞ്ഞ് വാരി എറിഞ്ഞ് കളിക്കുന്നുവെന്ന് ഷാങ്ങിങ് ചോദിച്ചപ്പോൾ അവനതിന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ അമ്മയോട് ചോദിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. ഇവരുടെ സംസാരം ഷിയാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ പോകാൻ പെർമിഷൻ നൽകുന്നു. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരിയെ കൂടി അവരുടെ കൂട്ടിനായി വിടുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ച് മഞ്ഞുള്ള ഒരു ഭാഗത്ത് പോയി നിന്ന് സ്നോമാനൊക്കെ ഉണ്ടാക്കി കളിക്കുകയാണ്. ജോലിക്കാരി ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു ലേഡി അവർക്കരികിലേക്ക് വന്നിട്ട് ബാവറോട് അവൻ്റെ പേരെന്താണ്, അവൻ ജനിച്ചതെന്നാണ് എന്നൊക്കെ ചോദിക്കുന്നത്. ബാവർ നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് അവൻ സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞതല്ല, പേരും ജനിച്ച തീയതിയുമെല്ലാം അവൻ കള്ളമാണ് അവരോട് പറയുന്നത്. അവരതൊക്കെ വിശ്വസിച്ചിട്ട് അവരൊരു ന്യൂ ഇയർ ഗിഫ്റ്റും നൽകിയിട്ട് പോകുന്നുണ്ട്. ഷാങ്ങിനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരി അതേപോലെയുള്ള ഒരു മണി പൗച്ച് ഗിഫ്റ്റായി നൽകുന്നു. ഷിയാൻ്റെ ജോലിക്കാരി ഇവർക്ക് ക്യാൻഡി വാങ്ങാനായി പോയതായിരുന്നു. അവർ അതുകൊണ്ട് തിരികെ വന്ന സമയത്ത് ഇവർ രണ്ടുപേരെയും അവിടെ കാണാനുണ്ടായിരുന്നില്ല. അങ്ങനെ തിരികെ ഓടിപ്പോയി ഷിയാനോട് വിവരം പറയുന്നു. ഇത് കേട്ട് വെപ്രാളപ്പെട്ട് ഷിയാനും ഷാങ്യുവും യാൻഷിങ്ങും എല്ലാവരും കൂടി അവരെ അന്വേഷിച്ച് പല വഴിക്ക് ഓടുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് ചെന്നപ്പോൾ അവർ രണ്ടുപേരും കൂടി ഒരിടത്ത് ഒളിച്ചു നിൽക്കുന്നത് കാണുന്നു. കൂടുതൽ മഞ്ഞുള്ള ഭാഗത്തേക്ക് കളിക്കാനായിട്ട് ഷാങ്ങിങ് അവനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതായിരുന്നു. ഷിയാൻ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നതിനാൽ പറയാതെ പോയത് എന്താണെന്ന് ചോദിച്ചു അവൾ ബാവറെ വഴക്ക് പറയുന്നു. പിന്നെ ഷാങ്യു ഇടപെട്ടാണ് അന്ന് സോൾവ് ആക്കുന്നത്. എന്തായാലും അവരെ കണ്ടു കിട്ടിയല്ലോ, അതുകൊണ്ട് വെറുതെ മൂഡ് നശിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് ഷാങ്യു പ്രശ്നം പരിഹരിക്കുന്നു. ഈ സമയത്ത് ഷാങ്യു കുറച്ച് മഞ്ഞ് ഉരുട്ടി അവളുടെ ദേഹത്തേക്ക് എറിയുന്നുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങനെ മഞ്ഞ് ഉരുട്ടി കളിക്കുന്ന കളി കുറേ സമയം കളിക്കുന്നു. എല്ലാവരും കൂടി അവിടെ കുറേ സമയം എൻജോയ് ചെയ്യുന്നുണ്ട്. അവരോട് പോയി അവൻ്റെ പേരും ജനനത്തീയതിയും ഒക്കെ തിരക്കിയ സ്ത്രീ അവിടെ നിന്ന് തിരികെ പോയത് ഷിയെ കാണാനായിരുന്നു. വിജനമായ ഒരു സ്ഥലത്ത് വെച്ചാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്. അവർ താൻ അറിഞ്ഞ വിവരങ്ങളൊക്കെ ഷിയോട് പറയുന്നുണ്ട്. ഈ സമയത്ത് ഷി അവിടെ ഉണ്ടായിരുന്ന വേറൊരു സ്ത്രീയെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നു. അത് ശരിക്കും ഷിയാൻ്റെ സ്ഥലത്തെ ജോലിക്കാരിയാണ്. അവരുടെ ശരിക്കുള്ള പേരും ജനനത്തീയതിയും ഒക്കെ അവർ വളരെ കൃത്യമായി പറയുന്നു. അതുകൊണ്ട് തന്നെ മറ്റേ സ്ത്രീക്ക് കിട്ടിയ വിവരങ്ങൾ കള്ളമാണ്. അമ്മയെപ്പോലെ തന്നെ മകനും കള്ളം പറയാൻ മിടുക്കനാണ് എന്ന് ഷി പറയുന്നുണ്ട്. തനിക്ക് തെറ്റുപറ്റിയതിന് അവർ ക്ഷമ പറയുന്നു. ഷിയാൻ്റെ സ്ഥലത്തെ ജോലിക്കാരിക്ക് കുറച്ച് പണം നൽകിയിട്ട് ഷി അവരെ അവിടെ നിന്ന് തിരികെ അയക്കുന്നുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് പോയി ഒളിച്ച് താമസിച്ചോളാനും പറയുന്നു. പക്ഷെ അവർ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് അവൻ കണ്ണു കാണിക്കുന്നു. അതോടെ അയാൾ കയ്യിലുണ്ടായിരുന്ന ഒരു ചാട്ടുള്ളി എടുത്ത് അത് പ്രയോഗിക്കുന്നുണ്ട്. ഷിയുടെ മുന്നിൽ നിൽപ്പുണ്ടായിരുന്ന സ്ത്രീ വിചാരിച്ചത് അവരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് അവനിങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നതെന്നാണ്. പക്ഷെ അവരുടെ തൊട്ട് അടുത്തുകൂടി അത് പാഞ്ഞു പോയെങ്കിലും അവർക്ക് അപകടമൊന്നും സംഭവിക്കുന്നില്ല. എന്നാലും അവർ വേഗം അവൻ്റെ മുന്നിലേക്ക് ഇരുന്നിട്ട് താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ച് ക്ഷമ പറയാൻ തുടങ്ങുന്നുണ്ട്. ബാവർ ഷിയുടെ മകൻ തന്നെയാണെന്ന് ഇവർക്കിപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവനെ കൂട്ടിക്കൊണ്ട് വരണമെന്നായിരുന്നു അവർ കുറച്ച് മുമ്പ് ചോദിച്ചത്. പക്ഷേ അതിനത്ര തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല എന്ന് ഷി അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറയുന്നു. ഈ സ്ത്രീ ശരിക്കും ഇവൻ്റെ കുട്ടിക്കാലത്ത് ഇവനെ നോക്കിയിരുന്ന നാനിയാണ്. എൻ്റെ മകൻ എന്നായാലും എൻ്റെ അടുത്ത് തന്നെ എത്തിക്കോളും. അതിന് ഇത്ര തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എനിക്ക് മാർക്കിസുമായിട്ടാണ് ഡീൽ ഉറപ്പിക്കേണ്ടത്. അതിനിടയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇക്കാര്യം തൽക്കാലം കുറച്ച് കാലത്തേക്ക് മാറ്റിവെക്കാം. അവനെന്തായാലും ഈ സ്ഥലം വിട്ട് എങ്ങോട്ടും രക്ഷപ്പെട്ട് പോകാനൊന്നും പോകുന്നില്ല എന്നവൻ പറയുന്നു. അവൻ്റെ മുന്നിൽ ഈ നാനി വളരെ പേടിച്ച് വിറച്ചാണ് ഇരിക്കുന്നത്. അവൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് അവർ സമ്മതിക്കുന്നു. ഇവർ അവിടെ നിന്ന് തിരികെ പോകുന്ന സമയത്ത് നേരത്തെ രക്ഷപ്പെട്ടു പോകാനായിട്ട് പണമൊക്കെ നൽകി ഇവൻ പറഞ്ഞയച്ച ആ സ്ത്രീ ഇവിടെ മരിച്ചു കിടക്കുന്നത് കാണാം. കുറച്ചു മുമ്പ് അവരെ കൊല്ലാനായിരുന്നു അവൻ നിർദ്ദേശം നൽകിയത്. യുദ്ധകാലത്തേക്ക് സംഭരിക്കുന്നതിന് വേണ്ടി വേശ്വാൻ ജനങ്ങളെ കഷ്ടപ്പെടുത്തി ധാന്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ജീഷു എന്ന സ്ഥലത്തും അയാൾ ഇതേപോലെ ചെയ്യാനായി ഓർഡർ നൽകിയിരിക്കുകയാണ്. അങ്ങനെ സൈനികർ ജനങ്ങൾക്കിടയിൽ ചെന്ന് അവരെ ഉപദ്രവിച്ച് ധാന്യങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ജനറൽ ഹേയുടെ സൈനികർ അവിടെ എത്തി ഇവരെ തടയുന്നു. ഇവർ തമ്മിൽ ഫൈറ്റ് ആവുന്നുണ്ട്. അവസാനം ജനറൽ ഹേയുടെ സൈനികർ വേശ്വാന്റെ സൈനികരെ തോൽപ്പിച്ച് അവിടെ നിന്ന് പിടികൂടിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഈ വിവരം അറിഞ്ഞപ്പോൾ വേശ്വാൻ ജനറൽ ഹേയുടെ അടുത്ത് വന്ന് ആകെ പ്രശ്നമുണ്ടാക്കുന്നു. അയാൾ തൻ്റെ അച്ഛൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണല്ലോ. അതുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ വരണ്ട, താൻ പറയുന്ന അനുസരിച്ചാൽ മതി. താൻ പറയുന്ന അനുസരിക്കാൻ വയ്യെങ്കിൽ അയാളെ തടവിലാക്കുമെന്ന് അവൻ പറയുന്നു. ജനറൽ ഹേ
സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വേശ്വാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഓർഡർ നൽകുന്നു. ജനറൽ ഹേയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള സൈനികർ ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനറൽ ഹേ തന്നെ അവരെ തടയുന്നു. നമ്മൾ തമ്മിൽ തല്ലുകയല്ല ഈ സമയത്ത് വേണ്ടത്, അതുകൊണ്ട് തൽക്കാലം ആരും എതിർക്കണ്ട എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ വേശ്വാന്റെ ഓർഡർ അനുസരിച്ച് ജനറൽ ഹേ തടവിലാവുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ വേശ്വാൻ തന്നെ കമാൻഡ് ടോക്കൺ കാണിച്ചിട്ട് അവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് 3 ദിവസത്തിനുള്ളിൽ 1,00,000 രൂപയുടെ മൂല്യമുള്ള ധാന്യങ്ങൾ സംഭരിക്കണം എന്നുള്ള ഓർഡർ ആ സൈനികർക്ക് നൽകുന്നു. അതിനവർക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ 3 ദിവസത്തെ സമയം അവസാനിക്കുമ്പോൾ അവരെല്ലാം കൊല്ലും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ വന്ന് പോകുന്നുണ്ട്. അത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തായാലും അത് നടക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ജനറൽ ഹേ ആണെങ്കിൽ തടവിലാവുകയും ചെയ്തു. പിന്നെ എന്ത് ചെയ്യും എന്നറിയാതെ അവരാകെ വിഷമിക്കുന്നു. ന്യൂ ഇയറിനോടനുബന്ധിച്ച് സിറ്റിയിൽ ലാൻഡൻ ഫെസ്റ്റിവൽ നടക്കുന്നതിനാൽ അത് കാണാനായി ഷാങ്യു നാൻഷിങ്ങിനെയും ഷാങ്ങിങ്ങിനെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്നിപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നാളെ രാവിലെ ഷിയാൻഷിയാൻ്റെ റെസ്റ്റോറൻറ്റിൽ കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ട് രാവിലെ അവിടെ ഹെൽപ്പിന് നിൽക്കണമെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സിറ്റിയിൽ തന്നെ തങ്ങേണ്ടി വരുമെന്ന് ഷാങ്ങു ഇടയ്ക്ക് വെച്ച് യാൻഷിങ്ങിനോട് പറയുന്നു. അങ്ങനെ അവിടെ തങ്ങണമെങ്കിൽ ഷോപ്പൊക്കെ അടയ്ക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പറ്റിയ സ്ഥലം കണ്ടുപിടിക്കണമല്ലോ എന്ന് യാൻഷിങ് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അതിനുള്ള അറേഞ്ച്മെൻറ്റ് ഷിയാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ കറങ്ങിയ ശേഷം അവളുടെ സ്ഥലത്തേക്ക് തന്നെ പോകാമെന്ന് ഷാങ്യു അറിയിക്കുന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് എല്ലാ കുട്ടികളെയും എടുത്തിരിക്കുന്നത്. ഒന്നുകിൽ അവരുടെ അച്ഛന്മാരാണ് അല്ലെങ്കിൽ ചേട്ടന്മാരാണ് എന്നുള്ള കാര്യം യാൻഷിങ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഷാങ്ങിങ്ങിനെയും അവൻ വാങ്ങി പിടിക്കുന്നുണ്ട്. അവർ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഈ ലാൻഡൻ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ലേഡീസ് വിഷ് ലാൻഡൻസ് വാങ്ങിച്ച് വെള്ളത്തിൽ ഒഴുക്കി വിടുന്നത് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ പേരൊക്കെയാണ് ഈ ലാൻഡൻസിൽ എഴുതി വെച്ചിട്ട് ഒഴുക്കി വിടുന്നത്. ഷാങ്യു ഇത് ശ്രദ്ധിക്കുന്നത് കണ്ട് അവൾക്കും ഇതേപോലെ ലാൻഡൻ ഒഴുക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് യാൻഷിങ് ചോദിക്കുന്നു. പക്ഷേ എനിക്ക് ആഗ്രഹമില്ല എന്ന് അവൾ പറയുന്നുണ്ട്. എന്നാലും അവളുടെ ശ്രദ്ധ ഈ ലാൻഡനുകളിൽ തന്നെയാണ്. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ അവൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഒരു ലാൻഡൻ എടുത്ത് നോക്കി തൻ്റെ സംശയം ഉറപ്പിക്കുന്നുണ്ട്. ലാൻഡൻസിൽ മിക്കവാറും എല്ലാത്തിലും എഴുതിയിരിക്കുന്ന പേര് സോങ്യാൻ്റെയാണ്. ഈ പെൺകുട്ടികൾക്കൊക്കെ കണ്ണ് കാണാൻ വയ്യേ, ഇവനെ പോലെ ഒരു വൃത്തികെട്ടവനെ ഭർത്താവായി കിട്ടാൻ ഇവർ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? എന്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടികൾക്കൊന്നും അബദ്ധം സംഭവിക്കാൻ ഇടയാകരുതെന്ന് പറഞ്ഞ് അവൾ ആ ലാൻഡൻസിലുള്ള പേര് മായ്ച്ചു കളയാൻ തുടങ്ങുന്നു. നിനക്കിത് വല്ല ആവശ്യമുണ്ടോ? അവരാരെങ്കിലും കണ്ടാൽ മിക്കവാറും തല്ല് കിട്ടുന്ന പണിയാണ് എന്ന് പറഞ്ഞ് യാൻഷിങ് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുന്നത് കണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഷാങ്യു ആ പേരൊക്കെ തുടച്ച് കളയുക തന്നെയാണ്. നീയും ഇതേപോലെ അവന് വേണ്ടിയിട്ട് ലാൻഡൻസ് ഒഴുക്കിയിട്ടുണ്ടോ എന്ന് അവനിടയ്ക്ക് ചോദിക്കുന്നു. ഞാനുണ്ടാക്കുന്ന കാശ് മുഴുവൻ അവൻ്റെ ട്യൂഷൻ ഫീസ് അടയ്ക്കാനേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്കിതൊന്നും വാങ്ങാൻ കാശുണ്ടായിട്ടില്ല എന്ന് അവളപ്പോൾ പറയുന്നു. ഈ സമയത്താണ് ഷാങ്ങി അവിടെ ഉണ്ടായിരുന്ന ഒരു പന്നിയുടെ ഷേപ്പിലുള്ള ലാൻഡൻ കണ്ടിട്ട് അത് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഷാങ്യു തിരക്ക് പിടിച്ച ജോലിയിലായതിനാൽ അവരോട് പോയി വാങ്ങിയിട്ട് വരാൻ അവൾ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകുന്നുണ്ട്. ഷാങ്യു ഈ സമയത്തൊക്കെ ഓരോ വിളക്കുകളായി ആ വെള്ളത്തിൽ നിന്ന് പിറക്കിയെടുത്തിട്ട് അതിലുള്ള സോങ്യാൻ്റെ പേരെല്ലാം അയച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സോങ്യാൻ അതുവഴി വന്ന് ഈ കാഴ്ച കാണുന്നത്. അവനിത് കണ്ടപ്പോൾ സന്തോഷമാണ് ഫീൽ ചെയ്തത്. അവൻ പോയിട്ട് വേറൊരു ലാൻഡൻ വാങ്ങിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ വിളിക്കുന്നു. അവനെ കണ്ടത് ഷാങ്യു ആ വിഷ് ലാൻഡൻ വേഗം വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടിട്ട് മുകളിലേക്ക് കയറുന്നുണ്ട്. അവനെ മൈൻഡ് ചെയ്യാതെ അവൾ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൻ വിടുന്നില്ല, അവളുടെ വഴി തടയുന്നു. അവൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ആ ലാൻഡൻ കൊണ്ടുവന്നതെന്നും പറയുന്നുണ്ട്. ഷാങ്യുവിന് ദേഷ്യം വന്നിട്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് പബ്ലിക്കായിട്ട് ഇവനിങ്ങനെ തനിക്ക് ലാൻഡൻ തരാൻ ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യം അനൗൺസ് ചെയ്യുന്നു. ഈ സമയത്ത് മജിസ്ട്രേറ്റിൻ്റെ മകൾ ഷിൻജിൻ അങ്ങോട്ടേക്ക് വരുന്നു. ഷാങ്യുവിന് ഇപ്പോഴും എന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവളിങ്ങനെ എൻ്റെ പേരുകളൊക്കെ മായ്ച്ചു കളയുന്നത് കണ്ട് സഹതാപം തോന്നി ഞാൻ അവൾക്ക് ലാൻഡൻ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങിയതാണ് എന്നൊക്കെ സോങ്യാൻ ഷിൻജിനോട് എക്സ്ക്യൂസ് പറയുന്നു. ഷാങ്യു ഇത് കേട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ലായിരുന്നല്ലോ. ഞാൻ ഈ പാവം പെൺകുട്ടികളെ രക്ഷിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. നിന്നെ എങ്ങാനും കെട്ടേണ്ടി വന്നാൽ അവരുടെ ജീവിതം നശിച്ചില്ലേ? ആ ചെളിക്കുഴിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതെന്ന് അവൾ പറയുന്നു. പക്ഷെ ഷാങ്യു പറയുന്നത് അവർ രണ്ടുപേരും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. അവൾക്ക് ഇപ്പോഴും സോങ്യാനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവളിങ്ങനെ ചെയ്യുന്നതെന്നാണ് ഷിൻജിൻ ആരോപിക്കുന്നത്. സോങ്യാനും അത് തന്നെ പറയുന്നു. അങ്ങനെയല്ല, ഇവൻ 2 ടൈമിങ് ചെയ്യാൻ മിടുക്കനാണ്, അക്കാര്യത്തിൽ ഇവനെ ഒന്ന് സൂക്ഷിച്ചോളാൻ ഷാങ്യു അവൾക്ക് വാണിംഗ് നൽകുന്നുണ്ട്. അവളുടെ അച്ഛൻ മജിസ്ട്രേറ്റ് ആയതുകൊണ്ടാണ് ഇവനിങ്ങനെ അവളോട് താല്പര്യം കാണിക്കുന്നത്. അവൻ്റെ കരിയർ ഉയർത്താനുള്ള ചവിട്ടുപടികൾ മാത്രമാണ് അവർ രണ്ടുപേരും, അല്ലാതെ അവളോട് ആത്മാർത്ഥമായിട്ട് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല എന്ന് ഷാങ്യു പറയുന്നു. ഷിൻജിൻ അത് വിശ്വസിക്കാതെ അതിനെ എതിർക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ അവൻ ഇതുവരെ നിന്നെ പ്രപ്പോസ് ചെയ്യാത്തത് എന്താണെന്ന് ഷാങ്യു ചോദിച്ചപ്പോൾ അവൾക്ക് പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. പിന്നെ കുറച്ച് ആലോചിച്ചിട്ട് അവൻ പഠിത്തത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ടാണ് ഇപ്പോൾ വിവാഹത്തെക്കുറിച്ചൊന്നും ആലോചിക്കാത്തത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഉറപ്പായിട്ട് എന്നെ പ്രപ്പോസ് ചെയ്യുമെന്ന് ഷിൻജിൻ പറയുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കുടുംബം ഇവൻ്റെ പഠിത്തത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്തിരുന്ന സമയത്തും ഇവൻ ഇതേ എക്സ്ക്യൂസ് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും ആ എക്സ്ക്യൂസിന് ഒരു മാറ്റവുമില്ല. ഇനിയെങ്കിലും ഇതൊന്ന് മാറ്റി പിടിച്ചുകൂടെ എന്ന് ചോദിച്ച് ഷാങ്യു സോങ്യാനെ കളിയാക്കുന്നുണ്ട്. ഇവിടെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് കുറച്ച് കഴിഞ്ഞായിരുന്നു യാൻഷിങ്ങിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഷാങ്യു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഷിൻജിന് പെട്ടെന്ന് ഉത്തരം പൊട്ടുന്നുണ്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്.
തോന്നിയാൻ പിന്നെയും ഷാങ്യുവിനോട് എന്താ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും യാൻഷങ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ അവളോട് സോറി പറയണമെന്ന് ആവശ്യപ്പെടുന്നു. വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണിനെ വഴിയിൽ തടഞ്ഞു വെച്ച് അപമാനിക്കാനാണല്ലോ അവൻ ശ്രമിച്ചത്. എന്നിട്ട് അത് നടക്കാതെ വന്നപ്പോൾ അവളെക്കുറിച്ച് എല്ലാവരുടെയും മുന്നിൽ മോശമായി പറയുകയും ചെയ്തു. അതിന് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് യാൻഷങ് പറയുന്നുണ്ടെങ്കിലും സൗമ്യാൻ അതിന് തയ്യാറാവുന്നില്ല. ഷാങ്യുവിന് ശരിക്കും എന്നെ മറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഷാങ്യു സൗമ്യാനോ അതാരാ, എനിക്ക് അയാളെ പറ്റി അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ, എൻ്റെ ചേച്ചി സൗമ്യാനെ എന്നെ മറന്നു കഴിഞ്ഞു എന്ന് ഷാങ്യും അപ്പോൾ പറയുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി അവനെ കണക്കിന് അപമാനിക്കുന്നുണ്ട്. നാണം കെട്ട അവസാനം അവൻ അവിടെ നിന്ന് പോകുന്നു. ഷാനുവിൻ്റെ മുന്നിൽ വെച്ച് സൗമ്യാനോട് ദേഷ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിലും ഷിൻജിൻ പിന്നെ സൗമ്യാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവനുമായി വഴക്കുണ്ടാക്കി പിണങ്ങി വേഗം തന്നെ പോകുന്നുണ്ട്. ഇതിൻ്റെ വിഷമത്തിൽ സൗമ്യാൻ നന്നായി കുടിച്ച് അതുവഴി കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നു. ഈ സമയത്ത് ഷാങ്യുവും യാൻഷങ്ങും കൂടി ഒരു ചാക്ക് കൊണ്ടുവന്ന് അവൻ്റെ തലവയെ മൂടിയിട്ട് അവനെ നന്നായി പെരുമാറുന്നുണ്ട്. ഷാങ്യും കുറച്ച് അപ്പുറത്ത് നിന്ന് ഇവർ പറഞ്ഞനുസരിച്ച് 1, 2 എണ്ണിക്കൊണ്ട് നിൽക്കുകയാണ്. അവൾ 7 വരെ എണ്ണി കഴിഞ്ഞപ്പോഴേക്കും ഇവനെ ഇടിച്ച് പഞ്ചറാക്കിയിട്ട് ഇവർ 2 പേരും കൂടി ഓടിച്ചെന്ന് അവളെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. കുറേ ദൂരം ചെന്ന ശേഷമാണ് അവർ നിൽക്കുന്നത്. എന്തായാലും അവൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇനി പുറകെ വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് പിന്നെ അവർ സമാധാനത്തോടെ പതുക്കെ പോകുന്നു. ഈ സമയത്ത് പെട്ടെന്ന് മഞ്ഞ് പെയ്യാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഷാങ്യു തലയിൽ വീണ മഞ്ഞൊക്കെ തട്ടിക്കളയുന്ന കൂട്ടത്തിൽ അവളുടെ മുടി കുറച്ചൊന്ന് ഉഴപ്പുന്നു. യാൻഷങ് തൻ്റെ തലയിലുണ്ടായിരുന്ന റിബൺ ഊരിയിട്ട് അത് അവളുടെ തലയിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഷാങ്യും ഇവരുടെ അടുത്ത് ഇതൊക്കെ കണ്ട് രസിച്ച് നിൽക്കുകയാണല്ലോ. ഈ കാഴ്ച അവിടെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ റൂമിൽ നിന്നുകൊണ്ട് സൂൺ കാണുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അവന് വളരെ ഭംഗിയുള്ളതായി തോന്നുന്നു. എന്നിട്ട് അവനതൊരു ചിത്രമാക്കി വരയ്ക്കുന്നുണ്ട്. യാൻഷങ് മുടി കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതേപോലെ തനിക്കും കെട്ടിത്തരണമെന്നൊക്കെ ഷാങ്യും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നിന്റെ മുടിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് യാൻഷങ് അവളെ സമാധാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് സൂൺ ആ വരച്ച ചിത്രവുമായി ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അവൻ ഇങ്ങനെ വരുന്ന കാര്യം യാൻഷങ് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് നീ എന്താണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുന്നു. മുകളിൽ നിന്ന് നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളുടെ ഒരു ചിത്രം വരയ്ക്കണമെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞ് ആ വരച്ച ചിത്രം അവൻ അവർക്ക് തന്നെ സമ്മാനിക്കുന്നുണ്ട്. പിന്നെ അവന് യാൻഷങ്ങിനോട് തനിച്ചെന്ന് സംസാരിക്കാനുണ്ടായിരുന്നതുകൊണ്ട് ഷാങ്യുവിനെ കൊണ്ട് കുറച്ച് മാറി നിൽക്കുന്നു. ശത്രുക്കളുമായിട്ടുള്ള ഫൈറ്റിൽ വെയ്ഷുവാൻ 1-2 തവണ പരാജയപ്പെട്ടതും ജനറൽ ഹേയെ ഇപ്പോൾ തടവിലാക്കിയിട്ട് ജനങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ സംഭരിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ സൂൺ യാൻഷങ്ങിനെ അറിയിക്കുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവരുടെ ആർമിക്ക് നല്ലൊരു ലീഡർ ഇല്ലാത്ത കണ്ടീഷനാണ്. അതുകൊണ്ട് അവൻ എത്രയും പെട്ടെന്ന് തിരികെ ചെന്ന് ചാർജ് ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ എന്ന് സൂൺ അറിയിക്കുന്നു. യാൻഷങ്ങിൻ്റെ മനസ്സിലേക്ക് ഈ സമയത്ത് വന്നത് ഷാങ്യു മുമ്പ് അവളുടെ ബർത്ത്ഡേ പറ്റി പറഞ്ഞതായിരുന്നു. ലാൻഡൻ ഫെസ്റ്റിവൽ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ് തൻ്റെ ബർത്ത്ഡേ എന്ന് അവൾ മുമ്പ് തവണ അവനോട് പറഞ്ഞിരുന്നല്ലോ. അത് കഴിയാതെ ഇനിയിപ്പോൾ പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നതിനാൽ നമ്മൾ 2 ദിവസം കൂടി കഴിയുമ്പോൾ ഇവിടെ നിന്ന് പോകുമെന്ന് അവൻ പറയുന്നു. ഇന്ന് രാത്രി തന്നെ അവനെ കൂട്ടിക്കൊണ്ട് പോകാനായിരുന്നു സൂൺ വന്നത്. ഇങ്ങനെ 2 ദിവസത്തേക്ക് യാത്ര എന്തിനാണ് മാറ്റി വെക്കുന്നതെന്ന് സൂണിന് മനസ്സിലാവുന്നില്ല. പിന്നെ യാൻഷങ് പുറത്ത് ഷാങ്യു നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവരാണ് അതിൻ്റെ കാരണമെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം അവനത് സമ്മതിക്കുന്നു. പിന്നെ ഷാങ്യുവിൻ്റെ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കാനും യാൻഷങ് അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഷാങ്യുവിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ജനറൽ ഹേയുമായി മീറ്റ് ചെയ്തിരുന്നു. അവർ പഴയ സുഹൃത്തുക്കളാണെന്നാണ് തോന്നുന്നത്. പക്ഷേ പ്രൈം മിനിസ്റ്റർ വെയ്യാനുമായിട്ട് അദ്ദേഹത്തിന് കണക്ഷൻ ഒന്നും ഉള്ളതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊക്കെ സൂൺ അവനെ അറിയിക്കുന്നു. ഷാങ്യുവിൻ്റെ അച്ഛൻ മിക്കവാറും വെയ്യാന് വേണ്ടി മുമ്പ് ജോലി ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തിരഞ്ഞു പിടിച്ച് കൊല്ലുന്നതിനായിട്ട് വെയ്യാൻ ആൾക്കാരെ വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് സാഹുവിൽ നിന്ന് അവൻ അറിയാൻ സാധിച്ചിരുന്നല്ലോ. കാര്യം അവൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷിയെ മീറ്റ് ചെയ്ത കാര്യവും പറയുന്നു. ഷിയുടെ ശരിക്കുള്ള ഇപ്പോഴത്തെ ഐഡൻറ്റിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാങ്ഷിൻ എന്ന രാജാവിൻ്റെ മൂത്ത മകനായിട്ടുള്ള സുയി യുവാൻ ഹൈ ആണ് അവൻ. പക്ഷേ എന്നെ ലക്ഷ്യം വെച്ചല്ല ഈ സ്ഥലത്തേക്ക് വന്നത്. വെറുമൊരു റെസ്റ്റോറൻറ്റ് ഉടമയായ ഷിയാനെ എന്തിനാണ് അവൻ ലക്ഷ്യം വെക്കുന്നതെന്നും യാൻഷങ്ങിന് മനസ്സിലാവുന്നില്ല.